ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്നേഹക്കൂട്ട് സീരിയലിന്റെ അടുത്ത ആഴ്ചത്തെ നല്ല അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നല്ല അടിപൊളി പ്രൊമോ ആണ് വന്നിരിക്കുന്നത്. പല്ലവി ആണെങ്കിൽ സേതുവിനെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. സേതുവേട്ടൻ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അമ്മയുടെ ഉള്ളിൽ എന്താണെന്നുള്ള സത്യം ഞാൻ കണ്ടുപിടിച്ചു തരാം. അതിന് കുറച്ച് ദിവസങ്ങൾ മാത്രം എനിക്ക് സേതുവേട്ടൻ തന്നാൽ മതി. അമ്മയുടെ മനസ്സിൽ എന്തോ ഒരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട്. അത് സേതുവേട്ടനെ കുറിച്ച് എന്തോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്നോട് ഒരു ദേഷ്യമില്ല, എന്നോടൊന്നല്ല വേറെ ആർക്കും ദേഷ്യമൊന്നുമില്ല, സേതുവേട്ടനോട് മാത്രം ദേഷ്യം. അതിനർത്ഥം സേതുവേട്ടനെ കുറിച്ച് എന്തോ ഒരു തെറ്റായ ധാരണ അമ്മയുടെ ഉള്ളിലുണ്ട്. അതിനെ മാറ്റിയെടുത്തോളാം എന്ന് പറയുമ്പോ സേതു പറയുന്നുണ്ട്, ഇപ്പൊ എനിക്ക് തോന്നുക പല്ലവി, അമ്മേനെ അന്വേഷിച്ചൊന്നും പോകണ്ടായിരുന്നു. അമ്മ നല്ലൊരു സ്ത്രീയായിട്ട് എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുമായിരുന്നു. ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആയല്ലോ എന്ന് പറയുമ്പോഴേക്കും പല്ലവി പറയുന്നുണ്ട്, എന്റെ സേതുവേട്ടാ, അമ്മ നല്ല സ്ത്രീ തന്നെയാണ്. ഞാൻ പറഞ്ഞില്ല എന്തോ ഒരു തെറ്റിദ്ധാരണ. സേതുവേട്ടന് അറിയാലോ, തെറ്റിദ്ധാരണ കൊണ്ടിട്ടാണ് പല മനുഷ്യരും അകന്നു പോണേന്ന്. ഇത് അത്രയേ ഉള്ളൂ. പക്ഷേ ഈ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിത്തരും. അമ്മയും മോൻ നമ്മളെ പിണക്കം ഉടനെ തന്നെ മാറും. ഞാനല്ലേ പറയണത്, സേതുവേട്ടൻ അവിടെ കൂടെ തന്നെ നിൽക്ക് എന്നിങ്ങനെ പറയാണ്. അങ്ങനെ സേതു കരഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. തന്റെ പൊന്നനിയത്തിമാരും തന്റെ പൂർണിമാമ്മയൊക്കെ ഇരുട്ടത്ത് ഭക്ഷണം കഴിക്കുന്നതും കൊതുക് കടി കൊണ്ടിട്ട് ഒരു മൂലക്ക് ചുരുണ്ടുകൂടി ഉറങ്ങുന്നതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് സേതു. രാവിലെ ആകുമ്പോഴേക്കും സേതു ഋതുവിനെയും പൂർണിമേനെയും അച്ചുവിനെയൊക്കെ കൂട്ടിക്കൊണ്ട് നേരെ പൂർണിമ ടെക്സ്റ്റൈൽസിലേക്ക് പോവാട്ടോ. അവിടെ പോകുമ്പോ ദേ മുമ്പിൽ തന്നെ നിൽക്കുന്നു ലക്ഷ്മി ആണെങ്കിൽ അവിടെ അടിമുടി മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന പേര് പോലും മാറ്റാൻ വേണ്ടി ലക്ഷ്മി അങ്ങനെ റെഡി ആയിട്ട് നിൽക്കാണ്. നീ എന്താ ഇവിടെ എന്ന് ഋതുവിനോട് ലക്ഷ്മി ചോദിക്കുമ്പോ ഋതു പറയുന്നുണ്ട്, ഞാൻ എന്താ ഇവിടെ എന്ന് അറിയില്ലേ, ഇതേ എന്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തന്ന ടെക്സ്റ്റൈൽസാ, പൂർണിമ ടെക്സ്റ്റൈൽസ്. അത് കൊള്ളാലോ, ഇതെങ്ങനെ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുടി? ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന് മാത്രമല്ല, ആ പൊന്നുമടം വീടും ഈ ടെക്സ്റ്റൈൽസും കാറും സ്കൂട്ടറും ബൈക്കും എന്തൊക്കെ പൊന്നുമടത്തിനുണ്ടോ അതൊക്കെ ഈ ലക്ഷ്മിക്ക് സ്വന്തമാണ്. ഈ ടെക്സ്റ്റൈൽസ് പോലും ഈ ലക്ഷ്മിയുടെയാണ്. നിങ്ങൾ എന്താ അനാവശ്യം പറഞ്ഞത്? ഇല്ല, ഇത് ഞാൻ സമ്മതിക്കില്ല സേതുവേട്ടാ, എന്തൊക്കെയാ ഇവര് പറയണത് എന്ന് ഋതു പറയുമ്പോഴേക്കും, അമ്മേ നീ എന്നെ അങ്ങനെ വിളിച്ചു പോരുത്. സോറി, അല്ല ഈ ടെക്സ്റ്റൈൽസ് ഋതുവിന്റെ പേരിലുള്ള ടെക്സ്റ്റൈൽസാ. അതെ, പക്ഷെ കോടതിയിൽ ഞാൻ അതും പറഞ്ഞിരുന്നു. അതുകൊണ്ട് നിയമപരമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവളുടെ അച്ഛൻ ഇവൾക്ക് എഴുതി കൊടുത്തതാണല്ലോ. അപ്പൊ അവളുടെ അച്ഛൻ എന്ന് പറയുമ്പോ ആരാ? എന്റെ ഭർത്താവ്. അതുകൊണ്ട് ഈ ടെക്സ്റ്റൈൽസും ഇപ്പൊ എന്റെ പേരിൽ. അമ്മേ ഇത് കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇതൊക്കെ എന്തായാലും ഒരു സമയത്ത് തെളിയിക്കും. വാ ഋതു, നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ്. അതിനുശേഷമാണ് നമ്മുടെ പല്ലവി ആ മഹാസത്യം കണ്ടുപിടിക്കുന്നത്. എല്ലാത്തിനും കാരണക്കാരൻ വേണുഗോപാലാണെന്ന മഹാസത്യം മനസ്സിലാക്കുന്ന നമ്മുടെ പല്ലവിയാണെങ്കിൽ ആ കാര്യം സേതുവിനോട് പറയാണ്. അമ്മയുടെ തെറ്റിദ്ധാരണക്കുള്ള റീസൺ പല്ലവി കണ്ടുപിടിക്കാണ്. അത് മനസ്സിലാക്കിയ സേതു ഒരു വലിയൊരു കത്തി എടുത്തിട്ട് അരയിൽ ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കാട്ടോ. എന്താവട്ടെ, വെട്ടണമെങ്കിൽ വെട്ടു, കുത്തണമെങ്കിൽ കുത്തും എന്ന് പറഞ്ഞിട്ട് വേണുഗോപാലിന്റെ അടുത്തേക്ക് പോവാണ്. ശേഷം സത്യങ്ങളൊക്കെ മണി പോലെ തന്നെ അയാളെ കൊണ്ട് പറയിപ്പിക്കാട്ടോ. അങ്ങനെ സത്യങ്ങൾ അയാളെ കൊണ്ട് തന്നെ വലിച്ചഴച്ച് പൊന്നുമടത്തിലേക്ക് കൊണ്ടുവരുന്ന സേതു ആ സത്യം മഹാലക്ഷ്മിയെ വിളിച്ചു വരുത്തി പറയുന്നുണ്ടതേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാൻ കാരണം, നിങ്ങൾ എല്ലാവരും ശത്രുക്കളാക്കാൻ കാരണത് ഇയാൾ ഒറ്റൊരുത്തിനാണ്. സത്യങ്ങൾ പറയടോ എന്ന് പറയാണ്. അങ്ങനെ വേണുഗോപാൽ സത്യങ്ങളൊക്കെ നമ്മുടെ ലക്ഷ്മി എടുത്ത് പറയട്ടോ. ലക്ഷ്മി ആണെങ്കിൽ ആകെ തളർന്നു പോവാണ്. ഈശ്വര, എനിക്കെല്ലാം തെറ്റിദ്ധാരണ ആയല്ലോ എന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ആകെ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ആകെ ബുദ്ധിമുട്ടി നിൽക്കാട്ടോ. അത് മാത്രല്ല, ഇതിന് പുറകിൽ ഇന്ദ്രനും ഉണ്ടെന്നുള്ള സത്യവും കൂടി സേതു മനസ്സിലാക്കുന്നുണ്ട്. ഇന്ദ്രന്റെ ചതി എന്താണെന്ന് നമ്മുടെ ഋതുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാണ് സേതു കേട്ടോ. ഇന്ദ്രൻ ആരാണെന്നും ഇന്ദ്രൻ എങ്ങനെയുള്ളവനാണെന്നും ഇന്ദ്രന്റെ തനി സ്വഭാവം എന്താണെന്നും എന്തിനാണ് ഇപ്പൊ കൂടെ നിന്ന് ഇന്ദ്രൻ ചതിക്കാൻ വേണ്ടി നോക്കുന്നു, എല്ലാ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കണം. അത് മാത്രല്ല, ഇന്ദ്രന്റെ വേറൊരു ക്രൂരത ഉണ്ടല്ലോ. പാറുവിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടി പാറുവിനെ മുകളിൽ നിലയിൽ താഴത്തേക്ക് മറിച്ചിട്ടത് ഇന്ദ്രനാണല്ലോ. ആ ഒരു സത്യവും കൂടി തെളിയിക്കാട്ടോ. അങ്ങനെ നമ്മുടെ വിശ്വനും അതുപോലെ തന്നെ പാറവും കൂടി ഇന്ദ്രന്റെ ഈ കാര്യവും കൂടി പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും പൂർത്തിയാവും. ഋതു പിന്നെ ഇന്ദ്രനെ അവിടെ ചവിട്ടി പുറത്താക്കാണ്. താൻ ഇറങ്ങി പോടോ, ഇനി മേലാൽ തനിക്ക് എന്നെ പോലത്തെ ഒരു ഭാര്യയില്ല, അത് മാത്രല്ല താൻ ഇനി മേലാൽ ഈ വീട്ടിൽ കാലുകുത്തി പോവരുത് എന്നൊക്കെ പറഞ്ഞ് ഋതു തന്നെ ഇന്ദ്രനായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കുകയാണ്. എന്റെ സേതുവിനോട് പറഞ്ഞേട്ടാ, നാളെ തന്നെ നല്ലൊരു വക്കീലിനെ കാണണം. ഇയാളും ഞാനും തമ്മിലുള്ള ബന്ധം ഇവിടെ അവസാനിച്ചു. ഇനി ഇയാൾ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. ഇയാളെ ഞാൻ എല്ലാ ബന്ധത്തിലും ഉപേക്ഷിച്ചു എന്നൊക്കെ പറഞ്ഞ ഋതു കടുത്ത തീരുമാനം എടുക്കുകയാണ്. അതേസമയം നമ്മുടെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയ ലക്ഷ്മി ആണെങ്കിൽ പല്ലവി എടുത്ത് പറയുന്നുണ്ട്, പല്ലവി മോളെ, തെറ്റു പറ്റിപ്പോയല്ലോ, ഞാൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് പൂർണിമേനെയാണ് എന്ന് പറയുമ്പോഴേക്കും
നമ്മുടെ എന്താണ് പല്ലവി പറയണ്ട്, അമ്മേ അത് വെറും ഒരു വഴക്ക് പറയലോ അല്ല, വെറും ഒരു തെറ്റിദ്ധാരണയല്ലായിരുന്നു. അമ്മ എന്തൊക്കെ രീതിയിൽ ചീത്ത വാക്കുകളാ പൂർണിമാമനെ പറഞ്ഞതെന്നോ ഒന്ന് ഓർത്തു നോക്ക്. വളരെ മോശപ്പെട്ട രീതിയിൽ ഒരു ചീത്ത പെണ്ണെന്ന രീതിയിലാണ് പൂർണിമാമേനെ അമ്മ ചിത്രീകരിച്ചത്. ശരിയാ മോളെ, ആ സമയത്ത് എനിക്കറിയില്ല, ആ സമയത്ത് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയി മോളെ. ഇനിയിപ്പോ എന്താ ചെയ്യാൻ ചോദിക്കുമ്പോ, ഇനിയിപ്പോ അമ്മ എന്തൊക്കെ പറഞ്ഞാലും പൂർണിമാമ ഇനി ഈ വീട്ടിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നണില്ല. സേതുവേട്ടന്റെ ആ വീട്ടിൽ തന്നെ നിൽക്കാനാ പൂർണിമയുടെ അമ്മയുടെ ഉദ്ദേശം. മാത്രമല്ല നിയമപരമായിട്ടല്ലെങ്കിലും അത് തന്നെയാണല്ലോ. അമ്മ എന്തായാലും അങ്ങനെ ഇനി വരത്തൊന്നുമില്ലെന്ന് തോന്നണമെന്ന് പറയുമ്പോൾ ലക്ഷ്മി പറയണേ, ഞാൻ പോയിട്ട് പൂർണിമയുടെ കാല് പിടിക്കാം, കാല് പിടിച്ച് ഞാൻ പൂർണിമേനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം എന്നൊക്കെ പറയാട്ടോ ലക്ഷ്മി. അപ്പൊ പല്ലവി പറഞ്ഞിട്ട് ശരി എന്നാ അമ്മയുടെ കൂടെ ഞാനും വരാന്ന് പറയാണ്. അങ്ങനെ പല്ലവിയുടെ കൂടെ ലക്ഷ്മി പോവാണ്. പൂർണിമ അടുത്ത് സംഭവിച്ച കാര്യങ്ങൾക്കും പറഞ്ഞ വാക്കുകൾക്കും തെറ്റുകൾക്കും എല്ലാം ക്ഷമ ചോദിക്കാൻ ലക്ഷ്മി പല്ലവിയുടെ കൂടെ അങ്ങനെ പൂർണിമേനെ കാണാൻ വേണ്ടി പോവാണ്. പല്ലവി പറയുന്നുണ്ട്, പൂർണിമാമ ഒരിക്കലും ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം അങ്ങനത്തെ വൃത്തികെട്ട വാക്കാണല്ലോ ലക്ഷ്മിയമ്മ പറഞ്ഞത്. എന്നാലും സംസാരിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ട് പൂർണിമേനെ കാണാൻ വേണ്ടി പോവാണ്. പൂർണിമ അടുത്ത് പറഞ്ഞ കാര്യങ്ങൾക്ക് മാപ്പ് പറയാൻ വേണ്ടി. ആ സമയത്താണ് പൂർണിമക്ക് ആ വലിയൊരു മഹാദുരന്തം സംഭവിക്കുന്നത് കേട്ടോ. അതെ, പൂർണിമ കുഴഞ്ഞു വീഴുവാണ്. കുഴഞ്ഞു വീഴാന്ന് വെച്ചാൽ പൂർണിമയുടെ ജീവൻ പോകുന്ന രീതിയിലാണ് ആ വീഴ്ച കാണിച്ചു തന്നേക്കണം കേട്ടോ. പൂർണിമ വീഴുമ്പോ തന്നെ ഋതുവും അച്ചും ഒക്കെ ഓടി വരുന്നുണ്ട്. അമ്മേ അമ്മേന്ന് വിളിച്ചിട്ട് ഓടി വരുന്നുണ്ടെങ്കിലും പൂർണിമാമ അവിടെ നിന്ന് എഴുന്നേക്കുന്നില്ല. പല്ലവി പൊട്ടിക്കരയുന്നുണ്ട്. അങ്ങനെ ലക്ഷ്മിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. താൻ അത്രമാത്രം മനസ്സുകൊണ്ട് അവരെ വേദനിപ്പിച്ചിട്ടുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ പൂർണിമ മരിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിന് പൂർണ്ണ ഉത്തരവാദി എന്ന് പറഞ്ഞ ലക്ഷ്മി തന്നെയാണ്. കാരണം എന്തൊക്കെ മോശപ്പെട്ട വാക്കുകളാണ് പറഞ്ഞത്. ഒരു വെപ്പാട്ടി എന്ന രീതിയിൽ പൂർണിമനെ കാണുമ്പോ എന്റെ ഭർത്താവിന്റെ വെപ്പാട്ടിയായിട്ട് വന്നവള് എന്നല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വാക്കുകൾ പാവത്തിന്റെ മനസ്സിൽ ഇങ്ങനെ നിന്ന് നീറിയാണ് അവസാനം പൂർണിമക്ക് ഈ ഒരു ദുരന്തം സംഭവിച്ചു കേട്ടോ. അങ്ങനെ തളർന്നൊടിഞ്ഞു വീണ പൂർണിമേനെ പല്ലവി സേതുവും കൂടി പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ സമയത്ത് ലക്ഷ്മിക്കാണെങ്കിൽ കുറ്റബോധം കൊണ്ടിങ്ങനെ നിൽക്കട്ടെ, ഈശ്വര പൂർണിമയുടെ ഈ ഒരു അവസ്ഥക്ക് കാരണം താനാണ്. താൻ എന്തൊരു ക്രൂരതയാണ് ചെയ്തത്. ഒരിക്കലും താൻ ഇവിടെ വരാൻ പാടില്ലായിരുന്നു. തന്റെ മകൻ വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു. മാത്രമല്ല തന്റെ മകനെ മറ്റാരും പറഞ്ഞ് സംശയിക്കാൻ പാടില്ലെന്ന്. എല്ലാത്തിനും തെറ്റുകയറി താൻ തന്നെയാണ്. ഇനിയിപ്പോ എന്താ ചെയ്യാ? പൂർണിമനെ പോലത്തെ നല്ലൊരു അമ്മേനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ മോൻ ഒരിക്കലും എന്നോട് ക്ഷമിക്കില്ല. കാരണം അവനെ തന്നെക്കാളും വലുത് പൂർണിമേനെയാണ്. അവൻ ആദ്യമായിട്ട് അമ്മേന്ന് വിളിച്ചതും പൂർണിമേനെ തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും അവൻ തന്നോട് ക്ഷമിക്കില്ല. പൂർണിമക്ക് ഒരു ആപത്തും വരുത്തല്ല ദൈവമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലക്ഷ്മിയും പല്ലവിയും അതുപോലെ തന്നെ സേതു ഒക്കെ ഐസിയുവിന്റെ ഫ്രണ്ടിൽ ഇരിക്കാട്ടോ. പൂർണിമക്ക് എന്താണ് ഡോക്ടർ പറയണെന്ന് അറിയാണ്ട്. അപ്പൊ പൂർണിമക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ നമുക്ക് അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിലെ കാണാൻ പറ്റുള്ളൂ. എന്തായാലും ശത്രുക്കളെല്ലാം തന്നെ ഒരു സെക്കൻഡ് കൊണ്ട് ഇല്ലാണ്ടായി പോകുന്ന ഒരു പ്രൊമോ ആണ് കാണിച്ചത്. അപ്പൊ ആ പ്രൊമോ കണ്ടത് കൊണ്ടാണോന്ന് അറിയില്ല, ഒരുപാട് പേര് അത് ക്ലൈമാക്സ് ആയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നുണ്ട്. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അതായത് ഇന്നത്തെ വീക്കെൻഡ് പ്രൊമോ കാണുമ്പോൾ ക്ലൈമാക്സ് ആയ പോലെ തോന്നുന്നെങ്കിലും അറിയില്ല ക്ലൈമാക്സ് ആയോ ഇല്ലയോ എന്ന്. ക്ലൈമാക്സ് ആയെങ്കിൽ തീർച്ചയായിട്ടും പോസ്റ്റ് ഇടുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.